തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിൽ നടന്നത് 700 കോടിയുടെ അഴിമതിക്കുള്ള നീക്കം. ടാറ്റ കൺസൾട്ടൻസിക്ക് നൽകാൻ നിശ്ചയിച്ചിരുന്ന 206 കോടിയുടെ കരാർ അവസാന നിമിഷം മാറ്റി നൽകിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അഴിമതി പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കാനുള്ള കരാറിലെന്നാണ് ആരോപണം. CPI നിയന്ത്രണത്തിലുള്ള 2 കമ്പനികൾക്ക് ടെൻഡർ നൽകാൻ വ്യവസ്ഥ ഉണ്ടാക്കിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് TCSന് 206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് കരാർ ഉറപ്പിച്ചതാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ TCSക്ക് നൽകിയ 206 കോടി രൂപയുടെ ഈ നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് PD സഹകരണ സംഘത്തിന് ഇത് കൈമാറാനായിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അഴിമതി ആരോപണത്തിന് മറുപടിയുമായി സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. അടിസ്ഥാനമില്ലാത്തതും സാമാന്യ ബോധമില്ലാത്തതുമായ ആക്ഷേപമാണ് രമേശ് ചെന്നിത്തല നടത്തിയതെന്ന് VN വാസവൻ 24-നോട് പറഞ്ഞു. സാമാന്യബോധം ഇല്ലാഞ്ഞിട്ടില്ല അദ്ദേഹം പറയാതെ. ദിനേശ് PD എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനമാണ്. സഹകരണ സ്ഥാപനവും നമ്മൾ അഴിവ് നടത്താൻ പോകും. ഒന്ന്, അതേസമയത്ത് TCSനാണ് കൊടുത്തെങ്കിൽ സിംഗിൾ ബിഡാണ് അതിലുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് സിംഗിൾ ബിഡുകാർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. സഹകരണ മേഖല പറ്റുമെന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. ഇതുവരെ ഈ കാര്യം നടപ്പായി വരുന്നതല്ലേ ഉള്ളൂ. അതിന് മുമ്പേ കയറി പുള്ളി ഇതിനു മുമ്പ് അവർ അഡ്വാൻസായി ഉന്നയിച്ചതെല്ലാം കോടതി വഴി ചെന്നിട്ട് എല്ലാം കൂടെ തിരിച്ചു ഓടിച്ച് ഇത് അവസാനം തിരിച്ചടി കിട്ടാനുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അത് ഒരു തരത്തിലുള്ള ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനം ഇല്ലാത്ത ഒരു കേവലം രാഷ്ട്രീയമായ ഒരു പകപോക്കലിന് വേണ്ടിയുള്ള ഒരു പരാതി തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം എന്നുള്ളതെല്ലാം മറ്റൊന്നുമില്ല. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, ഗുരുതരമായ ആരോപണങ്ങളാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. പക്ഷേ നടപ്പിലാവാത്ത ഒരു കരാറിനെ പറ്റി മുൻകൂട്ടിയുള്ള എന്ന തരത്തിൽ അതിനെ പറഞ്ഞു തള്ളുകയാണോ VN വാസവൻ? ഗോകുൽ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം അത് കരുതാൻ. അത് തന്നെയല്ല, മന്ത്രി VN വാസവന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആ ഒരു നിലപാട് തന്നെയാണ് വരുന്നത്. കാരണം പൂർണ്ണമായും നടപ്പാക്കാത്തൊരു പദ്ധതിയാണ്, അതുകൊണ്ട് തന്നെ അതിനെ തള്ളിക്കളയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സിംഗിൾ ബിഡ്, അതായത് TCSന് മാത്രം കൊടുക്കുക, ഒരു വൻകിടക്കാർക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു ബിഡാണ്. അതുകൊണ്ട് അത് കൊടുക്കാതെ സഹകരണ മേഖലയിൽ തന്നെയുള്ളവർക്ക് കൊടുക്കാനാണ് സർക്കാരും അതുപോലെ തന്നെ സഹകരണ വകുപ്പും ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ദിനേശ് PD ഇതുമായി ബന്ധപ്പെട്ടുള്ള ബിഡിലേക്ക് പോകുന്നതിന് വേണ്ടി ഇത്തരം നടപടികളിലേക്ക് കടന്നതെന്നാണ് പറയുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു സാമാന്യ യുക്തിക്ക് അല്ലെങ്കിൽ സാമാന്യ ബോധത്തിന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കാതെ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം അത് തെരഞ്ഞെടുപ്പ് കണ്ടും രാഷ്ട്രീയമായിട്ടുമാണെന്നാണ് VN വാസവൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ ആ നിലയിൽ തന്നെ നേരിടാൻ തന്നെയാണ് LDFും തീരുമാനിച്ചിട്ടുള്ളത്. ഗോകുൽ, ശരി. ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്. VN വാസവൻ രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.